ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് ദ ട്രൂ ഐസ്ക്രീം. ചേട്ടന്റെയും ചേച്ചിയുടെയും കല്യാണ തീയതി അനിയൻ വരുന്നുണ്ട്. അതൊന്നും അറിയില്ല. ചേട്ടന്റെയും ചേച്ചിയുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണം. നാടൻ ഊണാണ് ഇഷ്ടം, മീൻ കറിയൊക്കെ ഉള്ളത്. സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? അറിയില്ല. ചേട്ടന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം. പപ്പേനെ ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോ ഷൂട്ടില് അടങ്ങിയിരിക്കാം. ഡയലോഗ് തെറ്റി. പിന്നെ എന്റെ കൂപ്പിടിച്ചാ പോരെ. ഓക്കെ, ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ആണ് എനിക്ക് കേൾക്കണ്ടത്. അത് ഞാൻ പറയണ്ട, ചേട്ടാ പറഞ്ഞാലും അത് കൊള്ളാലോ. കഴിഞ്ഞോ? കഴിഞ്ഞു. സീക്കോ ചേട്ടൻ, അർച്ചന ചേച്ചി, നിങ്ങളെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയേക്കണ എന്തിനാന്ന് മനസ്സിലായോ? ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ ചെറിയൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് സാധാരണ നമ്മളൊരു കപ്പിളിനെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഭാര്യ വെസസ് ഭർത്താവല്ല, അളിയൻ വെസസ് അളിയനാണ്. ഓ ശരി. അളിയനെ പറ്റിയല്ല അറിയാമോ? അളിയനെ പറ്റി ചോദിച്ചു, നമുക്ക് നോക്കാം. സീക്കോ ചേട്ടന്റെ അളിയനും അതുപോലെ മക്കളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇതിന്റെ ആൻസർ നിങ്ങളോട് ഞങ്ങൾ ഇപ്പൊ പറയില്ല. ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾ അത് അറിയാൻ പാടുള്ളൂ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത്. അതുവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ശരി, റെഡി. യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചേട്ടന്റെയും ചേച്ചിയുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഊണാണ് ഇഷ്ടം, മീൻ കറിയൊക്കെ ഉള്ളത്. എനിക്ക് ബിരിയാണി ആയിരിക്കും. അമ്മേന്റെ ബീഫ് ബിരിയാണി. ബിരിയാണി ബിരിയാണി ബിരിയാണി. അളിയന്റെ, അതായത് അളിയന്റെ ബിരിയാണി. സീക്കോ ചേട്ടന്റെ ചോറും മീൻകറിയും. ചേട്ടന്റെ ഇഷ്ട സിനിമാ താരം. ലാലേട്ടൻ. ചേച്ചിയുടെ ഇഷ്ട സിനിമാ താരം. ലാലേട്ടൻ തന്നെ. മോഹൻലാൽ. മോഹൻലാൽ. അമ്മയുടെ ഇഷ്ട സിനിമാ താരം. മോഹൻലാൽ. ചേട്ടന്റെ ഫേവറേറ്റ് സിനിമാ നടി. സഞ്ജു വരും. ചേച്ചിയുടെ ഫേവറേറ്റ് സിനിമാ നടി. മമിത ബൈജു. ഓക്കെ, അറിയില്ല. നമുക്ക് നടിയുള്ള പേരങ്ങനെ അറിയില്ല. മഞ്ജു വാര്യർ. കാവ്യമാധവൻ. ഓക്കെ, അമ്മയുടെ. മമിത ബൈജു. ചേട്ടന്റെയും ചേച്ചിയുടെയും കല്യാണ തീയതി. ഡിസംബർ 28. വർഷം 2008. ചേച്ചി ആലോചിച്ചോണ്ടിരിക്കുക വർഷം. ഓക്കെ, നെക്സ്റ്റ്. ഡിസംബർ 28 അല്ലേ, 29 അല്ലേ? 29. ഡിസംബർ 29. 2008 ഡിസംബർ 29. ഡിസംബർ 29. വർഷം 2008. 2008. ശരി, ഇവരോട് ഫസ്റ്റ് ചോദിക്കണായിരുന്നു. ചേട്ടന്റെ ചെരുപ്പിന്റെ സൈസ്. 9. 10. മാമനെ കൂടെ പിടിച്ചേക്കാണല്ലോ എല്ലാവരും. മാറ്റിപ്പിടി. ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് സിനിമ. മണിച്ചിത്രത്താഴ്. ടർബോ. അയ്യോ, മണിച്ചിത്രത്താഴ്. പണ്ടത്തെ ആണെങ്കിൽ അതായിരിക്കും. ചേട്ടന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം. ചേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യം വരാറില്ല, ഞാൻ ദേഷ്യം പിടിപ്പിക്കാറാണ്. എന്തിനാണ് ദേഷ്യം വരാറ്? സിനിമയ്ക്ക് പോകുന്ന പ്ലാൻ ചെയ്തിട്ടാവുക ഞാനില്ല നമുക്ക് പോകണ്ട, എനിക്ക് ഇഷ്ടമല്ല സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. പപ്പേനെ ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ പപ്പ പറഞ്ഞ ഉത്തരത്തിന് ഷൂട്ടില് അടങ്ങിയിരിക്കാം. ഡയലോഗ് തെറ്റിക്കുമ്പോൾ. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം. ഇഡ്ഡലി സാമ്പാർ. പരിപ്പും തക്കാളി ഇട്ട കറി. എനിക്കും അതന്നെയാണ് ഇഷ്ടം. അല്ല, നമുക്ക് ഇഷ്ടമുള്ളതോ? അല്ല, പപ്പയ്ക്ക് ഇഷ്ടമുള്ളത്. പപ്പയ്ക്ക് ഇഷ്ടമുള്ളത്. പരിപ്പും തക്കാളി. ചേട്ടന്റെ ഫേവറേറ്റ് പാട്ട്. ചേട്ടയുടെ പഴയ പാട്ടാണ്. ഒരിക്കലും അവർക്ക് അറിയാൻ വഴിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആൻസർ ഒന്നും അവർക്ക് അറിയാൻ വഴിയില്ല. എന്റെ ഫേവറേറ്റ് പാട്ട് പിന്നെ കൃഷ്ണകുടിയിൽ പ്രണയകാലത്തെ
പിന്നെയും പിന്നെയും കിലുകിൽ പമ്പരം. കിലുകിൽ പമ്പരം. മറ്റേ വണ്ടേ വണ്ടേ അതേതാ? കോപ്പടിക്കാൻ പാടില്ലല്ലോ. ചേട്ടൻ ചേച്ചിയോട് ലാസ്റ്റ് പിണങ്ങിയത് എപ്പോഴാണ്? ഇന്നലെ ഇന്നലെ പിരിഞ്ഞാൻ അയ്യോ ഡേറ്റ് ആണോ പറയണ്ടേ? കഴിഞ്ഞ മാസം വെറുതെ അടിച്ചങ്ങ് കിട്ടും. കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ മാസം ഒരു കൊമ്പ് അറിയില്ല നിനക്ക്, വെറുതെ പറയാം. അറിയില്ല, ഞാൻ വേറെ എന്തെങ്കിലും. ചേച്ചിക്ക് ചേട്ടൻ അവസാനം വാങ്ങിക്കൊടുത്ത സമ്മാനം ഐഫോൺ 15 Pro Max. ഐഫോൺ 15 Pro Max. ഐഫോൺ 15 Pro Max. ഐഫോൺ 15 Pro Max. ചേട്ടന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 9. ഫസ്റ്റ് പറ. പോരട്ടെ, എനിക്കറിയാം. ഓഗസ്റ്റ് കഴിഞ്ഞ മാസം മറന്നു. ഡേറ്റ് കറക്റ്റ് കിട്ടുന്നില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റും. അറിയില്ല. അറിയില്ല. ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. അത് കൊള്ളാലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഇനി. എന്താ എന്നാ പിന്നെ എന്റെ പിടിച്ചാ പോരെ. ചേച്ചിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ ഏറ്റവും എളുപ്പ വഴി എന്താണ്? എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തത്. ഗിഫ്റ്റിൽ വീഴുന്ന ആളാണ് ഞാൻ. ഒപ്പനെ സോപ്പിടാനോ? അമ്മേനെ സോപ്പിടാൻ. അമ്മയെ സോപ്പിടാൻ. പഞ്ചാര വർത്തമാനങ്ങൾ പറഞ്ഞു പോകും. എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. കറങ്ങാൻ കൊണ്ടുപോവാ. ചേട്ടനെ എങ്ങനെ സോപ്പിടാം? ചേട്ടനെ സോപ്പിടാൻ എന്തെങ്കിലും സിനിമയ്ക്ക് പോവാം എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കൊടുക്കുന്നതായിട്ടൊന്നും ഇഷ്ടമല്ല. അങ്ങനെ പ്രത്യേകിച്ച് ചേട്ടനെ അങ്ങനെ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പേൻ്റെ അടുത്ത് ഒന്നും കൂടെ കൊഞ്ചി ഒന്നുകൂടെ അങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കും. അത് തന്നെ, മാന്യമായി സംസാരിക്കും. അതന്നെ. ഇതിലേതാണ്? സംസാരിക്കുക. ഓക്കെ, ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? അതാണ് എനിക്ക് കേൾക്കണ്ടത്. അത് ഞാൻ പറയണ്ട, ചേട്ടാ പറഞ്ഞാലും ഞാൻ പറഞ്ഞാൽ മതിയോ? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ആരെ പറഞ്ഞു കഴിഞ്ഞാലും അവര് ചിലപ്പോ അടുത്ത ആള് ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ഒരാളെ പറഞ്ഞാൽ പോരെ. ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാള് അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പോലീസിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ അടുത്തുള്ള. അനൂപ് എനിക്കറിയാം. അനൂപ് തന്നെ. അനൂപ് തന്നെ. അറിയില്ല, ആയിരിക്കും. അബി. ചേട്ടന്റെ വീട്ടുപേര്? മാനാടിയൻ. സീക്കോ. ചേട്ടായി. എന്നുവെച്ചാ വീട്ടുപേര്. വീട്ടുപേര് എനിക്കറിയില്ല. വീടിന്റെ പേര് അതോ വീട്ടിൽ വിളിക്കണ പേര്? വീട്ടുപേര്. വീടിന്റെ പേരോ? ആ ചേച്ചി പപ്പേന്റെ പേര്. പറ. ആരാ പറ. മാനാടിയൽ ഹൗസ്. മാനാടി ലോസ്. ചേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിന്റെ പേര്? പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂളായിരിക്കും. ദിയ പറ ഫസ്റ്റ്. ഹൈസ്കൂൾ ഇവിടെ അടുത്തുള്ള ഹൈസ്കൂൾ എല്ലാവരും ഹൈസ്കൂൾ തന്നെ പഠിക്കും. ഐ മീൻ ഏതാ? പൂക്കുടുംപാടം ഹൈസ്കൂൾ അല്ലേ? ഏതാ? എനിക്കറിയില്ല, പേരറിയില്ല. GHSS ഏതാ? അത് ശരി, ഞാൻ ആൻസർ പറഞ്ഞു, നിങ്ങൾക്ക് അതേ വഴി പിടിച്ച് പറഞ്ഞാ പോരെ. കഴിഞ്ഞോ? കഴിഞ്ഞു. ദിയ പറ. കഴിഞ്ഞോ? പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴഞ്ചൊല്ല്? അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല, പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ അങ്ങനെ ഇല്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ പഴഞ്ചൊല്ലുകൾ പറയാറില്ല. പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാ പ്രൊവർബ് എന്ന് പറഞ്ഞാ എനിക്കറിയില്ല. എനിക്കങ്ങനെ ഓക്കെ, സോ ചേട്ടൻ ചേച്ചി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇതില് ഞാൻ പറയാം, അവരേതൊക്കെ ആൻസർ ചെയ്യുന്നു പറയാം. അർജുൻ്റെ ബർത്ത്ഡേ എന്നാന്ന് അവർ പറയുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചേട്ടായി ലാസ്റ്റ് വാങ്ങി തന്ന ഗിഫ്റ്റ് ഏതാന്ന് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ 2-3 ക്വസ്റ്റ്യൻ ആൻസറേ അവർ പറയുന്നുണ്ടാവും. അതിനു മുമ്പ് ദേവനോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ദേവ് നന്നായിട്ട് അഭിനയിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ആക്ടിങ് ഒരു പ്രൊഫഷൻ ആയിട്ട് അങ്ങനെ വളർന്നു വന്ന് വലിയൊരു നടിയാവാൻ ഒരു ആഗ്രഹമുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ചാൻസ്.
സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള നടി ആരാണ്? മമിത ബൈജു. മമിത ബൈജു. സോ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ദേവുവിനെ. ഓക്കെ, സോ ദേവു വലിയൊരു നടിയായിട്ടും അറിയപ്പെടട്ടെ. അത് നേരത്തെ പറയാൻ സാധിച്ചില്ല. ഇതിന്റെ കൂടെ ആ ഒരു ആശംസകളും ഞാൻ നേരെയാണ്. അളിയ തെറ്റല്ലേ? എല്ലാ ആൻസർ കറക്റ്റ് അല്ലേ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.